എരുമേലി അഴുതക്കടവ് കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 46 കിലോമീറ്റർ പിന്നിട്ട് കാൽനടയായി എത്തിയിട്ടും വീണ്ടും ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്ന് ആണ് ഭക്തരുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭക്തർ ദേവസ്വം മന്ത്രിക്കും ബോർഡ് പ്രസിഡന്റിനും കത്ത് നൽകിയിട്ടുണ്ട്. എരുമേലിയിൽ നിന്ന് 46 കിലോമീറ്റർ നടന്നു വന്നിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ സൗകര്യവും ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ സത്രം പുല്ലുമേട് വഴിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അർഹതപ്പെട്ട ഇത്രയും ഞങ്ങൾ അയ്യപ്പൻ സഞ്ചരിച്ച പാതയിലൂടെയാണ് എല്ലാ വർഷവും വരുന്നത്. ഞാനിപ്പം 17ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ഈ അയ്യപ്പന്മാർക്കും ഉണ്ടാകണമെന്നാണ് ബഹുമാനപ്പെട്ട സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുന്, ആവശ്യം ന്യായമാണ്, പക്ഷേ പ്രത്യേക പരിഗണന കൊടുക്കാൻ സാധിക്കുമോ? ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ചെത്തുന്നവരാണ്, അവർക്ക് പിന്നെയും സന്നിധാനത്ത് ക്യൂ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ദുര്യോഗം ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് ഇടപെടും എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ ഇവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ മറ്റ് ഭക്തർ അത് വലിയൊരു പ്രശ്നമാക്കാനുള്ള സാധ്യത ഇല്ലേ? എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും? അനിൽ നമ്പ്യാർ, സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് പാസ് മുഖേന ക്യൂ ഇല്ലാതെ തന്നെ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്താവുന്നതാണ്. ഇതിന് സമാനമായി തന്നെ എരുമേലി അഴുതക്കടവ് പമ്പ പാതയിലൂടെ എത്തുന്ന ഭക്തർക്കും പാസ് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ആവശ്യം. എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് നേരത്തെ പാസ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷം മുതലാണ് അത് റദ്ദാക്കിയത്. ഇങ്ങനെ നൽകിയിരുന്ന പാസ് സംവിധാനം ദുരുപയോഗം ചെയ്യുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഈ പാസ് സംവിധാനം എരുമേലി അഴുതക്കടവ് പാതയിലെത്തുന്ന ഭക്തർക്ക് പാസ് സംവിധാനം റദ്ദാക്കിയത്. ഈ പാസ് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഭക്തരുടെ ആവശ്യം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയുന്ന വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. അതിന് QR സംവിധാനം പാസിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ദുരുപയോഗം തടയാവുന്നതാണ് എന്നുള്ളതാണ് ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പാസ് ഉപയോഗിച്ചവർ തന്നെ മറ്റുള്ളവർക്ക് കൈമാറുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ വർഷം വരെ പാസ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രത്യേക സംവിധാനം പാസ് സംവിധാനം ദേവസ്വം ബോർഡ് റദ്ദാക്കിയത്. ഈ കാരണം പരിഹരിക്കപ്പെടാവുന്നതാണ്. അതിന് ഈ തിരുപ്പതി മോഡലൊക്കെ QR കോഡ് ഈ പാസിൽ ഏർപ്പെടുത്തിയാൽ മാത്രം മതി, അത് ദുരുപയോഗം ചെയ്യുകയില്ല എന്നുള്ളത് ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നു. 1.5 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ പമ്പ എരുമേലി അഴുതക്കടവ് പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഭക്തർ എത്തുന്നുണ്ട്. 46 കിലോമീറ്ററാണ് ഈ കാനനപാതയിലൂടെ ഉള്ളത്. 46 കിലോമീറ്റർ ഏകദേശം 2 ദിവസത്തിന് മുകളിൽ സഞ്ചരിച്ച് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ വീണ്ടും മരക്കൂട്ടം മുതൽ സാധാരണ ക്യൂവിൽ പമ്പയിൽ നിന്ന് കടന്നു വരുന്ന ഭക്തജനങ്ങൾ ഉൾപ്പെടുന്ന ആ ക്യൂവിലേക്ക് ഈ കാനനപാതയിലൂടെ എത്തുന്ന ഭക്തർക്കും കാത്തു നിൽക്കേണ്ടി വരുന്നു. പിന്നീട് മണിക്കൂറുകൾ മരക്കൂട്ടം മുതൽ ക്യൂ നിന്ന് നടപ്പന്തൽ വരെ എത്തിയാൽ മാത്രമേ ഇവർക്ക് ദർശനം സാധ്യമാകുകയുള്ളൂ. 46 കിലോമീറ്റർ പിന്നിട്ട് വരുന്ന ഭക്തരാണ്. 2 ദിവസത്തിന് മുകളിൽ ദർശനത്തിന് വേണ്ടി നടന്ന് കാൽനടയായി എത്തുന്ന ഭക്തജനങ്ങളാണ്. അപ്പോൾ അവരുടെ ആവശ്യം ന്യായമാണ്. അവർ പറയുന്നത് നിലവിൽ സത്രം പുൽമേട് പാതയിലൂടെ എത്തുന്ന ഭക്തർക്ക് അനുവദിച്ചിരിക്കുന്ന പാസ് സംവിധാന ക്രമീകരണം അത് തങ്ങൾക്കും ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. ഈ പാസ് സംവിധാനം ഉണ്ടെങ്കിൽ ഈ 46 കിലോമീറ്റർ താണ്ടി 2 ദിവസത്തിന് മുകളിൽ കാൽനടയായി യാത്ര ചെയ്ത് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ പിന്നീട് സന്നിധാനത്തെ ക്യൂ ഒഴിവാക്കാനും നേരിട്ടുള്ള ദർശനം സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതിനെന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ, ദുരുപയോഗം ചെയ്യുമെന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യവും ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാണിക്കൊണ്ടാണ് ദേവസ്വം മന്ത്രിക്കും ദേവസ്വം പ്രസിഡന്റിനും ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. എരുമേലി അഴുതക്കടവ് കാനനപാത വഴി ശബരിമല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് പ്രത്യേക പാസ് സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 46 കിലോമീറ്റർ പിന്നിട്ട് കാൽനടയായി എത്തിയിട്ടും വീണ്ടും ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കണമെന്നാണ് ഭക്തരുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഭക്തർ ദേവസ്വം മന്ത്രിക്കും ബോർഡ് പ്രസിഡന്റിനും കത്ത് നൽകിയിട്ടുണ്ട്. ഇതിൽ ഈ ഇരുകൂട്ടരും എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.